അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ എല്ലാ ദിവസവും ട്രാവൽ വ്ളോഗുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കൊരു വെറൈറ്റി ആകാമെന്ന് വെച്ചു, കുക്കിംഗ് ആകാമെന്ന് വെച്ചു. എനിക്ക് കുക്കിങ്ങിനോട് ഇച്ചിരി ഒരു താല്പര്യമുള്ള കൂട്ടത്തില്ല, അത്യാവശ്യം സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ അങ്കമാലി മാങ്ങക്കറി ഒന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിനുവേണ്ടി ഞാൻ പോയി മാങ്ങ മേടിച്ചു കൊണ്ടുവന്നു. ഇതെന്നെ മാങ്ങ നിങ്ങൾ ചോദിച്ചു എനിക്കറിയത്തില്ല കേട്ടോ, എന്തോ ഒരു മാങ്ങ, പച്ചമാങ്ങ, പിന്നെ സവേള, വെളുത്തുള്ളി, അതേപോലെ ഇഞ്ചി, പച്ചമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ചുരുക്ക. അപ്പോൾ തുടങ്ങാം അല്ലേ മങ്കറി. നമ്മൾ ആദ്യം മാങ്ങയൊക്കെ ചെത്തനയ്ക്ക് മുന്നേ മല്ലിപ്പൊടി ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കണം കുറച്ച് നേരം. അതിൻ്റെ ആ ഒരു പച്ച ഒരു ഇതുണ്ടല്ലോ മല്ലിപ്പൊടിയുടെ, അത് മാറാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. മെയിൻ സാധനം തന്നെയാണ്. അപ്പം നമ്മൾ മല്ലിപ്പൊടി എടുത്ത് ചൂടുവെള്ളത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാൻ പോകുന്നു. ഇങ്ങനെ ഉപ്പിട്ടു, അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടി ഇട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചുറുക്ക ഒഴിക്കുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമ്മളത് വെക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കി പരിപാടികൾ സവേള ആയിരിക്കും. പച്ചമുളകും വേപ്പിലയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ലോണം അത് ഉടച്ച് എടുക്കണം. എന്നിട്ട് പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്ന മാങ്ങ എടുത്ത് ഇടണം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വെച്ച മല്ലിപ്പൊടി ചൂടിട്ട് അത് ഉപയോഗിക്കുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി തേങ്ങാപ്പാൽ ഒഴിക്കണം. രണ്ടാം പാലാണ് ശരിക്കും ഒഴിച്ച് ആദ്യം അടുപ്പത്തേക്ക് വെക്കേണ്ടത്. ഇവിടെ തേങ്ങാപ്പാൽ ഞങ്ങൾ ടിന്ന് പാലാട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നാം പാൽ രണ്ടാം പാലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ തേങ്ങാപ്പാൽ ഒഴിച്ച് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ തീ ഓണാക്കണം. അങ്ങനെ ദേ നമ്മുടെ അങ്കമാലി മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് മക്കളെ.